ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയുന്ന ജ്യോതിഷ വിഷയം ജ്യോതിഷപ്രകാരം ദുശകുനവും അതിനുള്ള പരിഹാരവുമാണ്. ദുശകുനം, ശകുനങ്ങൾ പലതരമുണ്ട് ഇല്ലേ? പല വിധത്തിലെ ശകുനങ്ങളുണ്ട്. ദുശകുനങ്ങളുണ്ട്, ശകുനങ്ങളുണ്ട്. ഇത് രണ്ടും ദോഷവും ഗുണവും തരും ഇല്ലേ? ദുശകുനം നമുക്ക് ദോഷം തരും, അതേപോലെ തന്നെ ശുഭശകുനം നമുക്ക് ഗുണം തരും. ഒരു യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ചില സമയങ്ങളിലോ ശകുനങ്ങൾ നമുക്ക് കാണേണ്ടതായി വരും ഇല്ലേ? ഇതൊരു സത്യമായ കാര്യമാണ്. അനുഭവത്തിൽ വരുമ്പോൾ അവനത് മനസ്സിലാവും. നല്ലതോ ചീത്തയോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ശകുനങ്ങൾ കാണുമ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്നാണ് നമ്മുടെ വിവേക ബുദ്ധിയിൽ കൂടി നമ്മൾ അറിയേണ്ടത്. ഈ പാമ്പ്, പൂച്ച, ഉടുമ്പ്, കീരി, കുരങ്ങ് ഇവ നമ്മുടെ കുറുകെ ചാടിയാൽ, നമ്മൾ യാത്ര പോകാൻ ഇറങ്ങുമ്പോൾ റോട്ടിൽ വെച്ചോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ വഴിയിൽ വെച്ചോ നമ്മുടെ കുറുകെ പാമ്പ്, പൂച്ച, ഉടുമ്പ്, കീരി, കുരങ്ങ് ഇവ നമ്മുടെ കുറുകെ ചാടിയാൽ അത് നമുക്ക് ദുശകുനമാണ്. അത് നമുക്ക് നല്ല ശകുനമല്ല, ദുശകുനമാണ് അങ്ങനെയുള്ളത്. കടുക്, വിറക്, കല്ല്, പുല്ല് ഇവകൾ നേരിട്ട് കൊണ്ടുവരിക. ഇപ്പം നമ്മൾ നേരിട്ടിൽ ഇങ്ങോട്ട് വരുമ്പോൾ കടുക് കാണാനിട വര, വിറക് കാണാൻ നമ്മുടെ നേരെ വര, കല്ല്, അതുപോലെ പുല്ല്, കൂടുതൽ പുല്ലുകൾ ഇവ നേരിട്ട് കൊണ്ടുവരുന്നത് കാണുന്നത് അതും ദുശകുനമായിട്ടാണ് കാണുന്നത്. പിന്നെ എള്ള്, ഉപ്പ്, വല, ഭസ്മം, തീക്കനൽ, ഇരുമ്പ്, മോര്, സർപ്പം, ദുർഗന്ധ സാധനങ്ങൾ, ഭ്രാന്തൻ, ആപത്തിൽപ്പെട്ടവൻ, തിരിച്ചറിവില്ലാത്തവൻ, അന്ധൻ, ബധിരൻ, നപുംസകം, സന്യാസി, ഇതുകൂടാതെ കണ്ണിനും ചെവിക്കും മനസ്സിനും അനിഷ്ടമായി തോന്നുന്നതെന്തും നമുക്ക് അനിഷ്ടഫലമേ തരുള്ളൂ അല്ലേ? അതായത് എള്ള്, ഉപ്പ്, വല, ഭസ്മം, തീക്കനൽ, ഇരുമ്പ്, മോര്, ദുർഗന്ധം വമിക്കുന്ന സാധനങ്ങൾ, സർപ്പം, ഭ്രാന്തന്മാരും ആപത്തിൽപ്പെട്ടവനും തിരിച്ചറിവില്ലാത്തവനെയും അന്ധനെയും ബധിരനെയും നപുംസകത്തിനെയും സന്യാസിയെയും കണ്ടാൽ, യാത്രാമധ്യേ ഇത് കണ്ടാൽ അല്ലെങ്കിൽ യാത്ര പുറപ്പെടുമ്പോൾ ഇത് കണ്ടാൽ നമുക്കത് ദോഷാനുഭവങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അത് കൂടാതെ കണ്ണിനും ചെവിക്കും മനസ്സിനും അനിഷ്ടമായി തോന്നുന്ന എന്ത് കാര്യം നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ നമ്മുടെ കണ്ണിനും ചെവിക്കും മനസ്സിനും അനിഷ്ടപരമായിട്ട് എന്ത് കാര്യം ശ്രമിച്ചാലും കണ്ടാലും അത് ദോഷമായിട്ടാണ് വരും. അഥവാ ഇങ്ങനെ കണ്ടാൽ ഒരാൾ എന്താ ചെയ്യുക? ഇങ്ങനെ കണ്ടെന്ന് വെച്ചോ, നമ്മൾ ഇറങ്ങാൻ നേരത്ത് ഇത് കണ്ടു. അപ്പൊ അത്യാവശ്യം ഇല്ലാത്ത കാര്യത്തിനാണെങ്കിൽ ആ യാത്ര നമ്മൾ വേണ്ടെന്ന് വെക്കണല്ലേ. അത്യാവശ്യം ഇല്ലാത്ത കാര്യമാണ്. ഇപ്പൊ അത് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ചു തന്നാൽ നമുക്ക് നാളത്തേക്ക് മാറ്റാം, അല്ലെങ്കിൽ പിന്നെ വേറൊരു സമയത്തേക്ക് മാറ്റാം, വേണമെങ്കിൽ ആ യാത്ര മാറ്റി വെക്കാം. അതല്ല നമുക്കത് പോകണമെന്ന് നിർബന്ധമുണ്ട്, പോയില്ലെങ്കിൽ നമുക്ക് വേറെ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അതിന് മുടക്കം വരാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ മടങ്ങി വരാം, തിരിച്ച് വീട്ടിലോട്ട് കയറിയിട്ട് ശരീരശുദ്ധി വരുത്താം. എന്നുണ്ടെങ്കിൽ സ്നാനം ചെയ്യുക, കുളിക്കുക, ശരീരശുദ്ധി വരുത്തി 11 പ്രാവശ്യം പ്രാണായാമം ചെയ്തിട്ട് പുറപ്പെടാം. 11 പ്രാവശ്യം പ്രാണായാമം ചെയ്യണം. യോഗപരമായിട്ടുള്ള പ്രാണായാമം എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ആ പ്രാണായാമം ചെയ്തിട്ട് തിരിച്ചു പോകാം അത്യാവശ്യമുള്ള കാര്യത്തിനാണെങ്കിൽ. അങ്ങനെ ചെയ്താൽ ആ ദോഷാനുഭവങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാനായിട്ട് സാധിക്കും. ഈ പ്രശ്നം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.